നമ്മൾക്ക് ഇന്നിവിടെ ഒരു കക്കത്തോരൻ ശരിയാക്കാം. അതിനായിട്ട് കക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കുക. അപ്പോൾ ഈ രീതിയിൽ കക്ക പൊട്ടി വരും. അതിൽ നിന്ന് വെള്ളം തന്നെ വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതിന് ശേഷം അത് ചൂടാറാൻ വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് കക്കയിറച്ചി അതിൽ നിന്ന് ഓരോന്നിനും കക്കയിറച്ചി എടുത്ത് മാറ്റാം. കക്ക കഴുകുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ മണ്ണുണ്ടെങ്കിൽ അത് കക്കിപ്പോകും. കക്ക കഴുകിയതിന് ശേഷം അടുപ്പത്ത് വെക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മളതിനെ പുഴുങ്ങിയെടുക്കുന്നത്. ഇപ്പോൾ കക്കയെല്ലാം ഇറച്ചിയെടുത്ത് ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കക്ക ഇറച്ചി ഇട്ടിട്ട് അതിലേക്ക് വേപ്പില, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത്തരം സാധനങ്ങൾ ഒഴിച്ച് വേവിച്ചെടുക്കുക. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്തിരി വേപ്പില ചേർത്ത് കൊടുക്കുക. ഇത്ര സാധനങ്ങൾ ചേർത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കുക. തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അത് നമുക്ക് ഈ വെന്ത് വന്ന കക്കയിറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കൊണ്ട് അരപ്പിൻ്റെ ആ പച്ചച്ചുവ മാറാൻ മാത്രം ഇട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അടുത്ത ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. ഒരു മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിട്ടതിന് ശേഷം നല്ലോണം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ശരിയാക്കി നോക്കാം. നല്ല ടേസ്റ്റായ ഒരു കക്കത്തോരനാണ്.